ഹിസ്ബുള്ള ആക്രമണം തുടരുന്നതിനിടെ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതികൾ. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിലും മധ്യ ഇസ്രായേലിലുമാണ് ആക്രമണം ഉണ്ടായത്. ജെറുസലേം പോസ്റ്റാണ് ആക്രമണ വിവരം റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ ഇസ്രായേലിലെ പാതൈ മോളിയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഏതാനും ഭാഗങ്ങൾക്ക് തീപിടിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെയാണ് ഹൂതികളുടെ ആക്രമണം. ജനവാസമില്ലാത്ത സ്ഥലത്താണ് മിസൈൽ പതിച്ചതെന്നും അതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നുമാണ് ഇസ്രായേലി സൈന്യത്തിൻ്റെ അവകാശവാദം. ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹൂതികൾ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലിനെ ആരോ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തതായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടു. മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ഗസറിലും സമീപ പ്രദേശങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കി. ഒന്നിൽ കൂടുതൽ മിസൈലുകൾ ഹൂതികൾ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ മുന്നറിയിപ്പ് സൈറൻ കേട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടുന്നതിനിടെ 9 പേർക്ക് നിസ്സാര പരിക്കുപറ്റിയതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. മിസൈൽ പതിക്കുന്നതിന് മുന്നോടിയായി തലസ്ഥാന നഗരമായ ടെൽ അവീവിലും മധ്യ ഇസ്രായേലിലും അപായ സൈറനുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനെ തുടർന്ന് ജനങ്ങൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി. കഴിഞ്ഞ ജൂലൈയിൽ ഹൂതികൾ ടെൽ അവീവ് ലക്ഷ്യമാക്കി ഡ്രോണുകൾ തൊടുത്തുവിട്ടിരുന്നു. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ ഗസയിൽ തുടരുന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. ഇവരിൽ 4 കുട്ടികളും ഉൾപ്പെടുന്നു. എന്നാൽ US തുർക്കി ഇരട്ട പൗരത്വമുള്ള ഇസ്ജി എന്നയാൾ ഈ മാസം 6-ന് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർക്കെതിരായ പ്രകടനത്തിനിടെ വെടിയേറ്റ് മരിച്ചിരുന്നു. ഇതിൽ കടുത്ത എതിർപ്പാണ് അമേരിക്ക പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആക്രമണം അബദ്ധമാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും തുർക്കി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേരെ കനത്ത ആക്രമണം നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന് ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയിം ഹസമാണ് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണവുമായി ഇസ്രായേൽ വരരുത് എന്നാണ് ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലിൻ്റെ താക്കീത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേലിന് കനത്ത നഷ്ടമുണ്ടാകുമെന്നാണ് ഹസമിൻ്റെ മുന്നറിയിപ്പ്. ഹിസ്ബുള്ളയിൽ നിന്ന് വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ ഇസ്രായേൽ നേരിടുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞിരുന്നു. സുരക്ഷാ മേധാവികളുമായി നടത്തിയ തന്ത്രപ്രധാനമായ ചർച്ചയ്ക്കിടയിലാണ് നെതന്യാഹുവിൻ്റെ ഈ അഭിപ്രായ പ്രകടനം. പിന്നാലെയാണ് മുന്നറിയിപ്പുമായി ഹിസ്ബുള്ള എത്തിയത്.